രണ്ട് നിശബ്ദതകൾക്കിടയിലെ വെറുമൊരു പിടച്ചിലാണ് ജീവിതം. ജനനത്തിൽ നിന്നും മരണത്തിലേക്കുള്ള തീരെ ദൂരം കുറഞ്ഞൊരു യാത്ര. ഈ യാത്രക്കിടയിൽ കാഴ്ചകൾ പലതാണ്. രക്തബന്ധങ്ങളെ കരൾ പറിച്ചെറിയും പോലെ സ്നേഹവീടുകളുടെ വാതിലുകൾ കൊട്ടിയടച്ച് തെരുവിലേക്ക് മാലിന്യങ്ങൾ പോലെ വലിച്ചെറിയുന്നു. ഇങ്ങനെ പുറത്താക്കപ്പെടുന്നവരുടെ എണ്ണം കടൽത്തീര പോലെ പെരുകി വരുന്നു. തെരുവിൽ പുഴുവരിച്ചും പട്ടിണി കിടന്നും നരകിക്കുന്ന മനുഷ്യർ. ചിലർ ശരണാലയങ്ങളുടെ മടിപ്പിക്കുന്ന ഗന്ധത്തിൽ തളച്ചിടപ്പെടുന്നു. ഒറ്റപ്പെടുന്നവരിൽ ചിലർ യാതനയുടെ ഭാണ്ഡവും പേറി നമ്മുടെ അടുത്തേക്ക് വന്ന് ഒരിറ്റ് കരുണയ്ക്കായി കേഴുന്നു. ഇതാണ് ഈ നാടിന്റെ മറയില്ലാത്ത ജീവിതകഥ. ഈ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ ക്യാമറ കണ്ണുകൾ വെച്ച് എല്ലാം പകർത്തിയെടുത്ത ഒരു കലാസൃഷ്ടി പൊതുസമൂഹത്തിന്റെ ചർച്ചയ്ക്കും ചിന്തയ്ക്കും വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. അതാണ് ബ്രോക്കൺ റൂട്ട്സ്. വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ ഹൃദയനൊമ്പരത്തെ ഇതിവൃത്തമാക്കി ബ്രോക്കൺ റൂട്ട്സ് എന്ന പുതിയ ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുകയാണ് പ്രശസ്ത ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറും നിരവധി ഡോക്യുമെന്ററി സംവിധായകനുമായ പുനലൂർ വിളക്കവട്ടം സ്വദേശി അരുൺ പുനലൂർ. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ശൈഥില്യങ്ങൾ, വിള്ളലുകൾ കൊണ്ടാണ് പലപ്പോഴും പ്രായമായ ആളുകൾ വീടുകളിൽ നിന്നും തെരുവിലേക്ക് ഉപേക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല അനാഥാലയങ്ങളിലും പല അഗതി മന്ദിരങ്ങളിലും ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ സന്ദർശിക്കാനിടയായപ്പോൾ കേട്ട ഒരുപാട് അച്ഛനമ്മമാരുടെ അവരുടെ കഥകൾ കേട്ട് അതിൽ നിന്നും ഉണ്ടായ ഒരു വിഷമം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സന്ദേശം. അതായത് പ്രായമാകുമ്പോൾ അച്ഛനമ്മമാരെ തെരുവിലേക്ക് ഉപേക്ഷിക്കരുത് എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കാറുണ്ട്. തൻകാര്യം നോക്കാറായ മക്കൾക്ക് മാതാപിതാക്കൾ ബാധ്യതയാണ്. തിരക്കുള്ള അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ബാധ്യതകളെ മക്കൾ ആട്ടിപ്പായിക്കുന്നു. സാമ്പത്തിക ഭദ്രതയുള്ളവർ അഗതി മന്ദിരങ്ങളിൽ അച്ഛനമ്മമാരെ ഭദ്രമായി ഏൽപ്പിച്ച് ബാധ്യത തീർക്കുന്നു. അല്ലാത്തവർ വിറകുപുരയിലും തൊഴുത്തിലും പുഴുവരിച്ചു കിടക്കുന്നു. സമൂഹത്തിന് മുന്നിൽ നിന്ന് മാതാപിതാക്കളെ പരിഷ്കാരികളായ മക്കൾ ഒളിപ്പിക്കുമ്പോൾ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടേണ്ടവരല്ല, സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്ന സന്ദേശം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അരുൺ ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ അഭയാസദൻ അഗതി മന്ദിരത്തിലെ അന്തേവാസി ചലച്ചിത്ര ടെലിവിഷൻ താരം മുൻഷി വേണുവിന്റെ ജീവിതവും ബ്രോക്കൺ റൂട്ട്സിൽ പകർത്തിയിട്ടുണ്ട്. പക്ഷേ അത് വെറും തിരക്കഥയ്ക്കൊപ്പമുള്ള അഭിനയമല്ല, പച്ചയായ ജീവിത ചിത്രമാണെന്നറിയുമ്പോൾ ഏവരുടെയും ഹൃദയം പിടയും. സ്വപ്നങ്ങളെ പൂവണിയിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ പൊളിഞ്ഞു പോയത് എൻ്റെ ബന്ധുക്കളും എൻ്റെ സ്വന്തക്കാരും എനിക്ക് വേണ്ടപ്പെട്ടവരുമെല്ലാമായിരുന്നു. ഞാൻ തികച്ചും സ്നേഹത്തിന്റെ കാലച്ചയ്ക്ക് കാതോർത്തിരിക്കുന്ന അമ്മമാരുടെ ദൃശ്യങ്ങൾ ആരുടെയും കണ്ണ് നനയിപ്പിക്കും. ഉറ്റവരുടെ സ്നേഹപരിചരണമില്ലാതെ കണ്ണീരും നിലവിളിയും മരണഭയവുമായി അനാഥ മന്ദിരങ്ങളിൽ തളച്ചിടപ്പെടുന്ന ഇവരുടെ ദൈന്യത ബ്രോക്കൺ റൂട്ട്സിൽ വരച്ചിടുന്നുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതയിൽ മക്കൾ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷ ഇപ്പോൾ മിക്കവരും കൊണ്ടു നടക്കാറില്ല. മക്കൾ വളരുന്നു, ജോലി നേടുന്നു, സ്വന്തം കുടുംബമുണ്ടാക്കുന്നു. അതിനിടയിൽ ആദ്യം അറ്റുപോകുന്ന കണ്ണിയാണ് രക്ഷിതാക്കൾ. ഇന്ത്യയിൽ ഏറ്റവും അധികം വൃദ്ധസദനങ്ങളുള്ളത് കേരളമാണെന്നത് മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്നതിന്റെ ഭീകരതയെ കൂടുതൽ സ്പഷ്ടമാക്കുന്നുമുണ്ട് ബ്രോക്കൺ റൂട്ട്സിൽ. ഉള്ളിൽ ആർത്തലയ്ക്കുന്ന കടൽ കുറുക്കി കഴിയുന്ന അനാഥജന്മങ്ങളുടെ ഹൃദയനൊമ്പരം പകർത്തിയ അരുൺ പുനലൂർ പ്രേക്ഷക സമൂഹത്തിനെ മാതാപിതാക്കളെ തീർച്ചയായും സ്നേഹിക്കണമെന്ന ചിന്തയുണ്ടാക്കാൻ മക്കളുടെ കണ്ണു തുറപ്പിക്കാൻ വഴിയൊരുക്കിയെന്ന് ബ്രോക്കൺ റൂട്ട്സിലൂടെ തെളിയിക്കുന്നുമുണ്ട്. മുത്തച്ഛന്റെ മരണശേഷം അദ്ദേഹം കഴിച്ചിരുന്ന വക്കുപൂട്ടിയ പാത്രം, സ്വന്തം അച്ഛനു വേണ്ടി മാറ്റിവെക്കുന്ന പേരക്കുട്ടി ആധുനിക കാലത്തിന്റെ പ്രതീകമായി ബ്രോക്കൺ റൂട്ട്സിന്റെ അഭ്രമാളിയിൽ പകർത്തപ്പെട്ടിട്ടുണ്ട്. ഗസൽ മീഡിയയുടെ ബാനറിൽ അരുൺ പുനലൂർ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഡോക്യുമെന്ററിയുടെ തിരക്കഥ ഡെസ്നി സുൽഹാണ്. ഷോബി തിലകൻ ശബ്ദം നൽകിയ ഡോക്യുമെന്ററിയുടെ എഡിറ്റിംഗ് റിൻസ് കൊല്ലന്നൂർ നിർവഹിച്ചിരിക്കുന്നു. ബിജോ ബ്ലാക്ക് മാജിക്, അജീഷ്, വി കെ സുഭാഷ് എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മഹാത്മാവിനെ തേടി ഓർമ്മയിലേക്ക് ഒരൊറ്റയടിപ്പാത എന്നീ മികച്ച ഡോക്യുമെന്ററികൾ സൃഷ്ടിച്ച അരുൺ എന്ന കലാപ്രതിഭയുടെ മികവ് ബ്രോക്കൺ റൂട്ട്സിലും ആഴത്തിൽ വേരോടിയിട്ടുണ്ട്. സമൂഹത്തിന് നേരെ പിടിച്ച യാഥാർത്ഥ്യത്തിന്റെ കണ്ണാടിയാണ് ഈ കലാസൃഷ്ടി. ഫോക്സ് ടിവി ന്യൂസ് ബ്യൂറോ, പുനലൂർ.